65-70 വയസ്സായി അൾഷിമേഴ്സ് വന്ന ഒരച്ഛനെ ആ വീട്ടിനകത്തൂടെ വലിച്ചഴിക്കുന്ന ഒരു രംഗം നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ വൈറലായ ഒരു രംഗമായിരുന്നു. അന്ന് ഞങ്ങൾ ഇതേ ബിസിനസ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ബിസിനസ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഒരു പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് നല്ല ഒരു പ്രൊഫൈലുള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അങ്ങനെ നമ്മുടെ ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ് നമ്മുടെ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. So ladies and gentlemen, please put your hands together. നിറഞ്ഞൊരു കൈയടി എല്ലാവരും നൽകേണ്ടതാണ്. ഐശ്വര്യപൂർണ്ണമായ ഒരു തുടക്കം തന്നെ ആവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് മെമ്പേഴ്സ് ഒരുപോലെ തന്നെ ചേർന്ന് ഈ ദീപം തെളിയിക്കുകയാണ്. ആദ്യമേ തന്നെ കായംകുളത്ത് എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതിലും അതിയായ സന്തോഷമുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ഇവിടെ വന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാണ്. സാം ക്യൂറിന്റെ ഏറ്റവും എന്താ പറയാ, അഖിൽ സാറ്, മായ മാഡം, പിന്നെ സുനീഷ് സാർ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ സുനീഷ് സാറിന്റെ പേര് പറയാണ്, സുനീഷ് സാമുവൽ സാറിന്റെ പേര് പറയാണ്, പിന്നെ മായ മാഡം, പിന്നെ അഖിൽ സാറ് എല്ലാവരുടെ പേര് പറയാണ്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വത്സല മാഡം, ഷാരോൺ. അപ്പം എല്ലാവരോടുള്ള, പിന്നെ അതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എന്താ പറയാ, ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് കായംകുളത്ത് വന്നതിൽ. കാരണം കുറേ നാളുകൾക്ക് മുൻപ് ട്രിവാൻഡ്രത്തേക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു, എന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഫേമസ് ആവുകയാണെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ വരാലോ എന്നൊക്കെ ഞാൻ വെറുതെ ഒരു, നമ്മൾ പറയില്ലേ കിനാവ് കാണുക എന്നൊക്കെ പറയില്ലേ, കുറേ നാളുകൾക്ക് യാഥാർത്ഥ്യമാവുന്നു എന്ന് ഞാൻ എന്താ പറയാ, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് ഇവിടെ ഇപ്പൊ ഒരു ഉദ്ഘാടനത്തിന് വരിക എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. അതും സാം ക്യൂറിന്റെ ഒരു ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാമുമായിട്ട് സഹകരിച്ച് ഇവിടെ എത്താൻ പറ്റിയതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നതിന്റെ കുറച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയാം. സാം ക്യൂറിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ കേൾക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, സാം ക്യൂർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. കാരണം എൻ്റെ വീട്ടില് എൻ്റെ ഫാദറും മദറും ഒക്കെ സീനിയർ സിറ്റിസൺസ് ആണ്. ഫാദർ 75 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്. അപ്പോ ഈ പ്രായം കൂടിയ ആളുകളുടെ ഒക്കെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ കൂടെയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും പ്രായമായിട്ടുള്ള ആളുകളുടെ ഒരു എന്താണ് അവരുടെ വികാരങ്ങൾ, എന്താണ് അവരുടെ തോട്ട് പ്രോസസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പം മുതലേ അറിഞ്ഞു വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാം ക്യൂർ ഫൗണ്ടേഷൻ ഇങ്ങനെ വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മാതാപിതാക്കള് വീട്ടിലുണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അവരുടെ മക്കള്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ആ നാട്ടിലുള്ള മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സാം ക്യൂർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സാം ക്യൂർ ഹെൽത്ത് കെയർ ആൻഡ് ഹോം കെയർ എന്ന് പറയുന്ന സ്ഥാപനം. അപ്പൊ അതില് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ 60+ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു മരുന്ന് അല്ലെങ്കിൽ അവരുടെ ടാബ്ലറ്റ് ഒക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ, ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ച് അവരുടെ ഒരു മനസ്സിനെ ഹീലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സീനിയർ സിറ്റിസണൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ചേർത്ത് പിടിക്കാനുള്ള ഒരു സംരംഭം